അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു കാര്യമാട്ടോ ഫൈറ്റർ ഫിഷിനെ കിട്ടിയോന്നുള്ളത്. നമുക്ക് നല്ല പെയർ വേണം, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ വേണമെന്നുള്ളത്. മാത്രമല്ല റെഡ് കളർ വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു ട്ടോ. ഇത്രയും കാലമായിട്ട് കിട്ടിയില്ലായിരുന്നു. ഇന്നലെ പെറ്റ് ഷോപ്പ് പോയപ്പോൾ അത്യാവശ്യം റെഡ് കളർന്നിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നേ. അപ്പോൾ 2 എണ്ണം വാങ്ങിച്ചു ട്ടോ. ചെറിയ കുട്ടികളാണ്. പ്രത്യേകിച്ച് ഫീമെയിൽ ഒന്നുകൂടി ചെറുതാണ്. എഗ്ഗൊന്നും ആയിട്ടില്ല തോന്നുന്നു. അപ്പോൾ കൊണ്ടുവന്നു നേരെ നമ്മുടെ ചെറിയ കുളത്തിലേക്ക് ഇട്ടു. നമ്മുടെ കയ്യില് ഗപ്പി അതേപോലെ മറ്റ് മീനുകളൊക്കെ ഒരുപാടുണ്ട്. ഫൈറ്റർ ഫിഷിനെ നമ്മള് പണ്ട് ബ്രീഡ് ചെയ്യിപ്പിച്ചിരുന്നു. ഒരുപാട് കുട്ടികളെയൊക്കെ നമ്മൾ ഇവിടുന്ന് വിറ്റിരുന്നു ട്ടോ. പക്ഷേ ഇപ്പൊ നമ്മുടെ കയ്യില് ഒന്നുമില്ല. അതുകൊണ്ടാണ് രണ്ടാമതൊന്ന് തുടങ്ങാന്ന് വെച്ചത് ട്ടോ. അങ്ങനെ നമ്മള് രാവിലെ തന്നെ നമ്മുടെ കുളത്തിലേക്ക് പോയി ട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ കുളത്തില് കുറച്ച് തവളയുടെ കുഞ്ഞുങ്ങള് ഉണ്ടായിട്ടുണ്ട്. വാൽമാക്രികൾ ട്ടോ. അപ്പോൾ അവരെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. തവള മുട്ടയിട്ട് പോയതാണ്. അപ്പോൾ ഇന്നത്തേക്ക് അവർ വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു തവളക്കുട്ടികളെ നമുക്ക് ഫൈറ്ററിന് തിന്നാൻ കൊടുക്കാം ട്ടോ. ലൈവ് ഫുഡ് കൊടുത്താൽ നല്ല രീതിയിൽ ഈ ഫൈറ്റർ കുട്ടികൾ പെട്ടെന്ന് മെച്യൂർഡ് ആവുകയും ചെയ്യും. നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പാകമാവുകയും ചെയ്യും ട്ടോ. അങ്ങനെ തവളക്കുട്ടികളെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പത്തിലേക്ക് പിടിച്ചേ. അപ്പോൾ പാക്കറ്റ് ഫുഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റു ഫുഡുകൾ കൊടുക്കുന്ന മീനുകളേക്കാൾ എത്രയോ ആക്റ്റീവ് ആയിരിക്കും. ഇതേപോലെ ലൈവ് ഫുഡുകൾ കൊടുക്കുന്നത്. മാത്രമല്ല പെട്ടെന്ന് ബ്രീഡ് ആവാനുള്ള എഗ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ തവളക്കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യാണ് ഫൈറ്റർ മീന് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ 2 ഗപ്പികളെയും കിട്ടി ട്ടോ. അവരെയും കഴിക്കട്ടെ. നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് ഗപ്പി കുട്ടികളും ഗപ്പികളൊക്കെ ഉണ്ട്. വാൽമാക്രികളെ ദേ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സംഭവം 2 പേരും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പെട്ടെന്ന് ബ്രീഡ് ആവാനുള്ള ഒരു ഇതിലേക്ക് വരട്ടെ ട്ടോ. മാത്രമല്ല ഇതേപോലെ പാക്കറ്റ് ഫുഡ് കൊടുക്കുന്ന ആൾക്കാര് ഇതേപോലെ കൊതുകിൻ്റെ കൂത്താടികളെയോ അല്ലെങ്കിൽ തവളയോ അല്ലെങ്കിൽ ഗപ്പിയുടെ കുഞ്ഞുങ്ങളെയോ കൊടുത്തു നോക്കാം ട്ടോ. അത്യാവശ്യം പെട്ടെന്ന് ഗ്രോത്ത് ആവും ട്ടോ.